മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ 3-ാം തീയതി ഈ വരുന്ന വ്യാഴാഴ്ചയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത്. എതിരാളികൾ മറ്റാരുമല്ല, ശക്തരായ ഒഡീഷ FC തന്നെയാണ്. സെർജിയോ ലൊബേറയ്ക്കു കീഴിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയ ഒഡീഷ FCയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഭയക്കേണ്ടതുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCക്കെതിരെ ശക്തമായ 11 തന്നെ ഇറക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അഡ്രിയാൻ ലൂണയെ ഈ കഴിഞ്ഞ മത്സരത്തിൽ അവസാന നിമിഷം കളത്തിലിറക്കിയത് കൊണ്ട് തന്നെ ഒഡീഷ FCക്കെതിരെ ആദ്യ 11-ൽ നായകനായിക്കൊണ്ടുണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ലൂണ വരുമ്പോൾ ഏത് വിദേശ താരമാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ 11-ൽ നിന്നും പുറത്തേക്ക് പോകുക എന്നത് ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FCയുമായിട്ടുള്ള സ്റ്റാറ്റുകളും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ആദ്യം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FCയുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കാം. 23 മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഇതുവരെ ISLൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഈ 23 മത്സരങ്ങളിൽ നിന്ന് 7 മത്സരങ്ങൾ ഒഡീഷ FC വിജയം കണ്ടെത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 9 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. 7 മത്സരങ്ങൾ ഇരു ടീമുകളും സമനിലയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 23 മത്സരങ്ങളിൽ നിന്ന് 31 ഗോളുകളാണ് ഒഡീഷ FC കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 30 ഗോളുകളും അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊന്നും ഇരു ടീമുകൾക്കും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെവേ മത്സരമായതുകൊണ്ട് തന്നെ ഹോം അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല. എങ്കിൽ പോലും നോഹ സദോരിയുടെ മിന്നും ഫോമും അഡ്രിയാൻ ലൂണയുടെ ആദ്യ ലെവലിലേക്കുള്ള തിരിച്ചുവരവും പ്രീതം കോട്ടാൽ ഡിഫൻസിൽ തുടർച്ചയായി കാഴ്ചവെക്കുന്ന മിന്നും പ്രകടനങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നത് ഏറെയാണ്. എന്നാൽ മിഡിലെ ചില പ്രശ്നങ്ങൾ അഡ്രിയാൻ ലൂണ എത്തുമ്പോൾ അത് നികത്തപ്പെടുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ മിക്കാൽ സ്റ്റെറയുടെ സ്ഥിരം ഫോർമേഷനായ 4-3-3 എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCക്കെതിരെ ഇറങ്ങുക. ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും. ഈ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മിക്കാൽ സ്റ്റെറ സച്ചിനിൽ തന്നെ വിശ്വാസം അർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആയതുകൊണ്ട് തന്നെ ഗോൾ വലക്ക് മുന്നിൽ സച്ചിൻ ഉണ്ടാകും. ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ 2 സെന്റർ ബാക്ക് പൊസിഷനിൽ മിലോസും അതുപോലെ തന്നെ പ്രീതും കോട്ടാലും ഇറങ്ങുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. റൈറ്റ് ബാക്കിൽ നമുക്ക് സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം. ലെഫ്റ്റ് ബാക്കിൽ നോവാച്ച സിംഗും സ്ഥാനമുറപ്പിക്കും. ഇത്തരത്തിൽ ഈ കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയിട്ടുള്ള ഡിഫൻസിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇത്തരത്തിലുള്ള ഡിഫൻസിന് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCക്കെതിരെ ഇറക്കുക. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ കൊയ്ഫിനെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് വിപിൻ മോഹനെയും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖിനെയും 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിപ്പിക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് തെളിഞ്ഞു വരുന്നത്. ഡാനിഷ് ഫറൂഖ് ഈ കഴിഞ്ഞ മത്സരത്തിലെല്ലാം നിറം മങ്ങിയാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡാനിഷ് ഫറൂഖിന് തന്നെ വീണ്ടും ആദ്യ ലെവലിൽ നറുക്ക് വീഴുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇരുവർക്കുമൊപ്പം മുന്നേറ്റ നിരയിൽ ഒരു അറ്റാക്കർ റോളിൽ അഡ്രിയാൻ ലൂണ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ ഗോൾ അടിക്കാനായിക്കൊണ്ട് KP രാഹുലും അതുപോലെ തന്നെ വിങ്ങിൽ നോഹ സദോരിയും ഏക സ്ട്രൈക്കറായിക്കൊണ്ട് നമുക്ക് ജീസസിനെയും പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ ഒരു ലൈനപ്പാകും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCക്കെതിരെ ഇറക്കാൻ പോസിബിലിറ്റീസ് തെളിഞ്ഞു വരുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FCയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.